പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമടക്കം 12 ഇടങ്ങളിലായിരുന്നു ഇന്ന് ഇ.ഡി. റെയ്ഡ് നടന്നത്. എക്സാലോജിക് CMRL കേസിൽ ഇ.ഡിയുടെ അന്വേഷണവും സമൻസും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അപ്രതീക്ഷിതവും അതിവേഗവുമായിരുന്നു ഇന്ന് പുലർച്ചെ തന്നെ ഇ.ഡിയുടെ നീക്കം. വിവരം അറിഞ്ഞത് മുതൽ CPIM അണികൾ കൂട്ടം കൂട്ടമായി തെരുവിലിറങ്ങി. പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 7:40 അപ്രതീക്ഷിതമായി പൊടുന്നനെ വലിയ വാർത്തയെത്തി. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടുകളിൽ ഇ.ഡി. റെയ്ഡ്. രാവിലെ 6:30 തന്നെ വിവിധയിടങ്ങളിൽ ഒരേ സമയം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. അതീവ രഹസ്യമായിരുന്നു നീക്കം. വിവരം പുറത്തെത്തിയത് 1.5 മണിക്കൂറിനിപ്പുറം മാത്രം. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായിയുടെ വാടക വീട്, കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ വീട്, മുൻ മന്ത്രിയും MLAയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്, പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ കമ്പനിയായിരുന്ന എക്സാലോജിക്കിന്റെ ബംഗളൂരുവിലെ ഓഫീസ്, ആലുവയിലെ CMRL ഓഫീസ്, CMRL MD ശശിധരൻ കർത്തയുടെ വീട്, കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകൾ, കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റു ചില സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിങ്ങനെ 12 ഇടങ്ങളിൽ 40-ലധികം ഇ.ഡി. ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധനയ്ക്കെത്തുകയായിരുന്നു. കേരളത്തിൽ 10 ഇടത്തും കേരളത്തിനു പുറത്ത് 2 ഇടത്തും കൂട്ട റെയ്ഡ്. തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഈ സമയം പിണറായിയും മകൾ വീണയും ഉണ്ടായിരുന്നു. കണ്ണൂരിലെ വീട്ടിൽ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു. കെയർ ടേക്കറെ വിളിച്ചു വരുത്തി വീട് തുറപ്പിച്ച് പരിശോധന തുടങ്ങി. കോഴിക്കോട് കോട്ടൂളിയിലെ വീട്ടിൽ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ മുഹമ്മദ് റിയാസും അവിടെ ഉണ്ടായിരുന്നില്ല. റിയാസിന്റെ മാതാപിതാക്കളുടെ മൊഴി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി. വിവരം കേട്ടറിഞ്ഞ് CPIM പ്രവർത്തകർ കൂട്ടം കൂട്ടമായി മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകൾക്ക് മുന്നിലേക്കെത്തി. ഈ സമയം വീണയെ ചോദ്യം ചെയ്തതായും പിണറായി വിജയന്റെ മൊഴിയെടുക്കുന്നതായും വിവരം പുറത്തുവന്നു. പ്രവർത്തകരുടെ പ്രതിഷേധം, മുദ്രാവാക്യങ്ങൾ മുഴങ്ങിത്തുടങ്ങി. റെയ്ഡ് വിവരം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ CPIM അടിയന്തര അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചു. പിണറായിക്ക് പാർട്ടിയുടെ പരിപൂർണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തീരുമാനം. BJPയുടെ പകവീട്ടൽ രാഷ്ട്രീയമെന്നും കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടുള്ള ഡിസൈനെന്നും ആരോപണങ്ങളുമായി പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണം. ഇത് CPIMന് മാത്രം എതിരായിട്ടുള്ളതല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃത്വത്തിന് ആകെ എതിരായിട്ടുള്ള കടന്നാക്രമണത്തിന്റെ ഭാഗം കൂടിയാണ്. അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ് ഇവിടെ VD സതീശനും കോൺഗ്രസും. മുമ്പും അതെ, ഇപ്പോഴും ആ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാ ഡീൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. BJPയും UDFും തമ്മിലുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഡീലാണ് പുറത്തു വന്നിട്ടുള്ളത്. കോൺഗ്രസ് പിന്തുണയോടെ കേരളത്തിൽ CPIMനെതിരെ BJP നടത്തുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ഇത്തരം ഭീഷണികൾ ഒരു കാലത്തും CPIMന് മുന്നിൽ വിലപ്പോകില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ഏജൻസികളെ ആയുധവൽക്കരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയസമീപനം. ഈ നടപടികളിലൂടെ പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയോ ഇടതുപക്ഷത്തെയോ തകർക്കാമെന്ന വ്യാമോഹം BJPക്ക് വേണ്ട. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. റെയ്ഡ് സംബന്ധിച്ച് യാതൊന്നും സംസ്ഥാന പോലീസിനെ ED അറിയിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയുമായി റെയ്ഡിനെ ചേർത്ത് വെക്കേണ്ട കാര്യമില്ല. അത്തരം ആരോപണങ്ങൾ ദുരുദ്ദേശപരമെന്നും മന്ത്രി. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട PMLA കേസിൽ EDയുടെ അന്വേഷണവും സമൻസും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. വിധി വന്ന ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും സർവ്വസന്നാഹവുമായി അതിവേഗമായിരുന്നു റെയ്ഡ്. CMRL ഓഫീസിൽ നിന്ന് നിരവധി രേഖകൾ പിടിച്ചെടുത്തെന്ന് ED വൃത്തങ്ങൾ അറിയിച്ചു. കണ്ണൂരും കോഴിക്കോടും വീടുകളിൽ നിന്നും ഒന്നും കണ്ടെടുക്കാനായില്ലെന്ന് ED എഴുതി നൽകി. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് മകൾ വീണയുടെ ചില ബാങ്ക് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് വിവരം.
സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക കോളിളക്കങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന സംഭവ വികാസത്തിന്റെ തുടർചലനങ്ങൾക്ക് ആകാംക്ഷയോടെ സാക്ഷിയാവുകയാണ് രാഷ്ട്രീയ കേരളം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.